ലോകത്തിൽ വളരെ വേഗത്തിലാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാവി എന്തായി തീരുമെന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മുൻപിലുണ്ടാകും. ചിലതൊക്കെ നല്ലത് സംഭവിക്കും, ചില നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് ഭാവിയിൽ വരാൻ പോകുന്നു. ഒരു നല്ല വിവാഹം നടക്കും, എൻ്റെ ആരോഗ്യം മെച്ചപ്പെടും, അല്ലെങ്കിൽ നല്ലൊരു ഭാവി, ശുഭകരമായിട്ടുള്ളൊരു ഭാവി ഉണ്ടാകും, നല്ലൊരു ജോലി ലഭിക്കും, നല്ലൊരു കാലാവസ്ഥയുണ്ടാകും, നല്ലൊരു അവധിക്കാലം ലഭിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ഒരു പ്രത്യാശയുടെ മുകളിലാണ്, ഒരു പ്രതീക്ഷയുടെ മുകളിലാണ് മനുഷ്യജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ലോകം തരുന്നൊരു പ്രതീക്ഷ, അതിനൊരു നിശ്ചയമില്ല, അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് നമുക്ക് നിശ്ചയമായിട്ടും പറയുവാൻ കഴിയത്തില്ല. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറ്റമില്ലാത്തതായിട്ടുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്വവും ദൈവത്തിൻ്റെ വചനവുമാണ്. അതിന് മാറ്റമില്ലാത്ത ദൈവമാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പുല്ലുണങ്ങുന്നു, പൂവുതിർക്കുന്നു, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഈ സൃഷ്ടികർത്താവായ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. ഇന്നും എന്നേക്കും അനന്യനായിട്ടുള്ള, എന്നേക്കുമുള്ള ദൈവമാണ്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, മനുഷ്യന് ഭക്ഷണമില്ലാതെ 40 ദിവസവും വെള്ളമില്ലാതെ 3 ദിവസവും വായുവില്ലാതെ 7 മിനിറ്റും ജീവിക്കുവാനായിട്ട് കഴിയും. പക്ഷെ ആശയില്ലാതെ ഒരു നിമിഷം പോലും മനുഷ്യന് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്നില്ല. ആരും ഒന്നും കൊടുക്കാത്ത ലോകത്ത് പോലും മനുഷ്യന് ഈ പ്രത്യാശയും പ്രതീക്ഷയുമാണ് മുന്നോട്ട് നയിക്കുന്നത്. ഈ പ്രതീക്ഷയിലാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടാകുമ്പോൾ ഈ പ്രതീക്ഷയും ഈ പ്രത്യാശയുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന് യേശു പറഞ്ഞു. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് യേശു കർത്താവ് ചോദിക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ആശ തരാത്ത, പ്രതീക്ഷയ്ക്ക് ഉറപ്പില്ലാത്തൊരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് നിത്യമായിട്ടുള്ളൊരു ആശ യേശു കർത്താവിലാണ്. ആ യേശുവാണ് നമുക്ക് നിത്യജീവങ്കിലേക്കുള്ള ഒരു ആശ തന്നിട്ടുള്ളത്, ഒരു പ്രതീക്ഷ നൽകിയിട്ടുള്ളത്. ആ യേശുവിൽ വസിക്കുമ്പോൾ പ്രതീക്ഷയോടുകൂടി ഒരു ജീവിതം നയിക്കുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നിങ്ങൾ ടഫായിട്ടൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എവിടെയായിരുന്നാലും യേശുവിനെ സ്വീകരിക്കുന്നത് മൂലം പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് കഴിയും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ യേശു നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ട് നിങ്ങൾക്ക് സന്തോഷപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.